ഇനി കോഴിക്കോട്ടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിലായി എന്നുള്ളതാണ് തൊട്ടുമുമ്പ് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീനാണ് അറസ്റ്റിലായത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. അത്തോളി സ്വദേശിയെ ഞായറാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ ബഷീറുദ്ദീനായുള്ള അന്വേഷണം അത് ഊർജിതമായിരുന്നു. പ്രത്യേകിച്ചും ഇരുവരും സുഹൃത്തുക്കളായി ഉറ്റ ബന്ധത്തിലായിരുന്നു. 2 വർഷത്തോളം ഇടയ്ക്കിടെ ഈ വാടക വീട്ടിൽ താമസിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടി അവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു. അതിന് കാരണം ഈ താങ്കളായിരിക്കുമെന്നുള്ള പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നതാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അതേ ആക്ഷേപമുണ്ടായിരുന്നു. അപ്പോൾ ബഷീറുദ്ദീനെതിരെ രാവിലെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എവിടെ നിന്നാണ് പിടികൂടിയത് ഇയാളെ? എൽദോ, കഴിഞ്ഞ ഞായറാഴ്ച ഈ സംഭവം നടന്ന ശേഷം ഈ വീട്ടിലെത്തിയപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ കുട്ടിയെ ഇയാൾ കണ്ടെത്തിയത്. അതിനുശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തൊട്ടു പിന്നാലെ ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിക്കുകയും പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷെ അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർക്കുന്നതിനോ പര്യാപ്തമായ തെളിവുകൾ ലഭിച്ചിട്ടിരുന്നില്ല. പിന്നീട് ഐഷയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഇരുവരും തമ്മിൽ 2 വർഷത്തിലധികമായി പരിചയമുണ്ടായിരുന്നു. പലപ്പോഴും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്നും പോലീസിന് മനസ്സിലായി. ഒപ്പം താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി അല്ലെങ്കിൽ താൻ മരിക്കുന്നതിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആയിരുന്നുവെന്ന് ബഷീറുദ്ദീന് തന്നെ ഈ കുട്ടി മെസ്സേജ് അയച്ചിരുന്നു. ഇത് ബഷീറുദ്ദീന്റെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ബഷീറുദ്ദീന്റെ ലാപ്ടോപ്പ്, ഫോൺ എന്നിവ വിശദമായ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ഒരു ടാബും പോലീസ് പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ലഭിച്ച തെളിവുകൾ പ്രകാരം ബഷീറുദ്ദീനാണ് ഈ മരണത്തിന് കാരണം എന്നാണ് ഈ പെൺകുട്ടി അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത്. ഇതനുസരിച്ചാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ഒപ്പം ആയിഷയുടെ സുഹൃത്തുക്കൾ പറഞ്ഞതായി ബന്ധുക്കൾ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വീട്ടുപകരണങ്ങളും അടക്കം എടുത്ത് ഈ ആയിഷയെ ബഷീറുദ്ദീൻ മർദ്ദിച്ചതായാണ് അവർ വെളിപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒരു ടോക്സിക് റിലേഷൻ ആണ് ഈ ബഷീറുദ്ദീൻ സൂക്ഷിച്ചിരുന്നത്. മറ്റുള്ളവരുമായി സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്താൽ ഇയാൾ വലിയ പ്രകോപനകാരിയായി മാറുന്നു എന്നും പറഞ്ഞിരുന്നു. ഒപ്പം ഈ ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ള ചില കാര്യങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നും ഈ ഐഷയ്ക്ക് നേരെ ഉണ്ടായി എന്നും പറഞ്ഞിരുന്നു. ഈ മാസം 24-നാണ് കഴിഞ്ഞ മാസം 24-നാണ് ഈ യുവതി കോഴിക്കോട് എത്തിയത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ അവർ തൊട്ടടുത്താണ് അത്തോളിയിലെ വീട് എങ്കിലും അവിടേക്ക് പോവാതെ ഈ ബഷീറിനൊപ്പം ആ വാടക വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. അതിന്റെ പിന്നിൽ പല ദുരൂഹതകളും ഉണ്ട് എന്നാണ് ആ കുടുംബം ആരോപിച്ചത്. പ്രത്യേകിച്ച് ഇവരുടെ നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തി ഇയാൾ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒപ്പം ഈ ആത്മഹത്യയല്ല, മറിച്ച് ഒരു കൊലപാതകമാണ് എന്ന ആരോപണം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വ്യക്തമായിരുന്നു. ഇയാളുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് കൃത്യമായി അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആത്മഹത്യക്ക് കാരണമായി മാറിയത് ബഷീറുദ്ദീൻ ആണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അത് പൂർണ്ണമായും ഇവരുടെ മെസ്സേജും സുഹൃത്തുക്കളുടെ മൊഴിയും ബന്ധുക്കളുടെ മൊഴിയും അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കൂടുതൽ വകുപ്പുകൾ ഇക്കാര്യത്തിൽ നിശ്ചിതമാണോ എന്ന കാര്യത്തിൽ പോലീസ് കൂടുതൽ ആലോചനകൾ നടത്തുകയാണ്. എന്തോ റൈറ്റ്. ബഷീറുദ്ദീൻ അയാളെ പിടികൂടിയിരിക്കുന്നു. അയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. ഈ പെൺകുട്ടി ഈ വാടക വീട്ടിൽ തൂങ്ങി വരിക്കുമ്പോൾ ഇയാളാണ് കാണുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നതും. പക്ഷേ പിന്നീട് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്നേരം സാധിച്ചില്ല. പിന്നീടാണ് കൂടുതൽ തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ അയാളെ കണ്ടെത്തി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. MS അനീഷ് കുമാറാണ് കോഴിക്കോടും ചേർന്നത്.